ഒരു പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായി എന്ന വാർത്ത നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ അത്ര വലിയ പുതുമയൊന്നുമല്ല. ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മാനത്തിന് 1-2 ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസിന്റെ വാല്യൂ മാത്രമേയുള്ളൂ. ഈ 2 ദിവസം ഈ പെൺകുട്ടിയെ സഹായിക്കാനായി ഈ ലോകം മുഴുവനും കാണും. പക്ഷേ 3-ാം ദിവസം ഇതിലും വലിയ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ നമ്മളെല്ലാവരും പതിവ് പോലെ ഈ പെൺകുട്ടിയെ മറന്ന് അടുത്ത ബ്രേക്കിംഗ് ന്യൂസിന്റെ ചർച്ചയിലേക്ക് കടക്കും. അങ്ങനെ 3-ാം ദിവസം മുതൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ പെൺകുട്ടിയുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമുക്കാർക്കും അറിയില്ല. അല്ല, നമ്മളാരും അതൊന്നും അന്വേഷിക്കാറില്ല എന്നതാണ് സത്യം. പിന്നീട് ആ പെൺകുട്ടി നമ്മുടെ സമൂഹത്തിനൊരു ബാധ്യതയായിരിക്കും. ഇത് ഈ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. പലവിധ പീഡനങ്ങൾക്കിരയായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നരകജീവിതം നയിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥയാണ്. അവരുടെയെല്ലാം പ്രതിനിധിയാണ് ഈ പെൺകുട്ടി. ആ ഇതാര്? 4 പേര് ചേർന്ന് ചേർത്ത സാധനം. ചെല്ല് ചെല്ല്. അണ്ണാ, ഇവിടെ പത്രത്തിനും ടി വിയിലൊക്കെ വന്ന വണ്ണല്ലേ? ഇത് അവള് തന്നെ. ആ 4 പേരുടെയൊക്കെ ഒരു ഭാഗ്യം എൻ്റെ അണ്ണാ. എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കാൻ സരിത ചേച്ചി. ഇതേതാ ഐറ്റം? ഇതാ ക്ലിപ്പിംഗ് സിംഗിന്റെ ഐറ്റം അല്ലേ? പൊളിച്ച്, ഇതാ ഐറ്റം തന്നെ. ഇതവളാണ് ആ 4 പേര് ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടി. കാണാല്ലേ? കാണുന്നു മാറിയിട്ടില്ലല്ലോ. പെറ്റ തള്ളയെ മറന്നാലും ക്ലിപ്പിംഗ് സിംഗിന്റെ ഐറ്റത്തെ മറക്കില്ല മോനെ. മറച്ചു 4 പേര് ചേർന്ന് പിടിപ്പിച്ച പെൺകുട്ടി, ഒരു സെൽഫി. മോളെ ക്ലിപ്പിംഗ്സ് കണ്ടു കേട്ടാ, 10 പ്രാവശ്യം ബാബാവിനെ പൊളിച്ചു കേട്ടാ. ഞാനൊരു വക്കീലായതുകൊണ്ട് പറയുകയല്ല, വേറൊന്നും വിചാരിക്കരുത്. കുട്ടി ഏതെങ്കിലും സെലിബ്രിറ്റിയാണ് പീഡിപ്പിച്ചിരുന്നതെങ്കിൽ ഞാൻ കുട്ടിയുടെ കേസ് തീർച്ചയായും ഏറ്റെടുത്തേനെ. അതും 5 പൈസ വക്കീൽ ഫീസായിട്ട് പോലും വാങ്ങാതെ. കാരണം പേഴ്സണലി എനിക്കും അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ കേസ് ഏറ്റെടുത്താൽ എൻ്റെ ടൈമും പണവും നഷ്ടം. അല്ലേലും ഇവിടെ ഒരു പെണ്ണിൻ്റെ മാനത്തിന് കടലാസിൻ്റെ വില പോലുമില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയും കുട്ടി ഇവിടെ നിന്ന് കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല.
എങ്കിൽ ചെല്ല്, എനിക്കൊരല്പം ധൃതിയുണ്ട്. ഹലോ പീറ്റർ, നീ വേഗം ക്യാമറ എടുത്തോണ്ട് നേരെ അമ്പലപ്പുഴയിലേക്ക് വാ. ഒരു തകർപ്പൻ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മധ്യവയസ്കൻ പീഡിപ്പിച്ചു. സംഭവം പെൺകുട്ടിയുടെ വീട്ടുകാർ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു ബന്ധു അമ്പലപ്പുഴയിലുണ്ട്, അയാളിൽ നിന്നാണ് കാര്യങ്ങൾ അറിയുന്നത്. നീ 10 മിനിറ്റുകളിൽ സ്പോട്ടിലെത്തണം. ഈ പെൺകുട്ടി വെച്ച് നമുക്ക് 2 ദിവസം ലൈവ് ഷോ നടത്താം. ഓക്കെ? ആ എന്തുണ്ട്? സുഖം തന്നെയല്ലേ? പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ആദ്യം നമ്മുടെ ചാനലിൽ തന്നെ വിവരം അറിയിച്ചേക്കണം. നമുക്കതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസാക്കി തകർത്തേക്കാം. അയ്യോ, പണമൊന്നും വേണ്ട. ആളെ എനിക്ക് മനസ്സിലായി. 4 പേര് ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടിയല്ലേ? അപ്പൊ ഇതാണല്ലേ വീട്? എങ്ങനെ രാത്രി 2 കുപ്പി ബിയറായിട്ട് വീട്ടിലേക്ക് വരട്ടെ? ഓഹോ, ഇന്റർനെറ്റിലും വാട്സപ്പിലും കൂടെ 10 ലക്ഷം പേര് നിന്റെ നഗ്നചിത്രം കണ്ടടി. നീ കൂടുതൽ പതിവ്രത അമ്മയൊന്നും വേണ്ട. പൊക്കോ പൊക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നീ എനിക്കും കിടന്നു തരും. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ ജീവിതം എങ്ങനെയായി? ഇന്നലെ വരെ ആൾക്കൂട്ടത്തിൽ ഒരുവളായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ആ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തം അതിജീവിച്ച് വന്ന എനിക്ക് ഈ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഒരു പിഴച്ച പെണ്ണാണ്. പിഴച്ച പെണ്ണ്. 4 പേര് ചേർന്ന് പീഡിപ്പിച്ച നീ ഉറങ്ങിയോടി. ഞങ്ങള് ചോര നീരുള്ള ആണുങ്ങള് ഈ പരിസരത്തുണ്ട്. ഞങ്ങൾക്കും ഒരു അവസരം താടി. എങ്കിൽ പോട്ടടി കൂട്ടിച്ച് ഉറക്കം. എന്നെപ്പോലെ ആരും സഹായിക്കാനില്ലാത്തൊരു സാധാരണക്കാരിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. എടാ, ഈ വരുന്നതാ 4 പേര് ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടിയല്ലേ? അതെ, എന്നെയാണ് ആ 4 പേർ ചേർന്ന് പീഡിപ്പിച്ചത്.
ശരി ചോദിക്കണ്ടായിരുന്നു. അല്ലേലും ഇവിടെ ഒരു പെണ്ണിന്റെ മാനത്തിന് കടലാസിന്റെ വില പോലും ഇല്ല. എനിക്കിതിന് കഴിയില്ല. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച 4 പേര് ഈ സമൂഹത്തിന് മുന്നിൽ മാന്യന്മാരെ പോലെ ജീവിക്കുമ്പോ ഞാൻ എന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ നാളെ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി വരും. എന്റെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്ക് വരാൻ പാടില്ല. എനിക്ക് ജീവിക്കണം. ഞാൻ ജീവിക്കും. പെണ്ണിന്റെ മാനത്തിന് കടലാസിന്റെ വിലയല്ലെന്ന് ഞാൻ തെളിയിക്കും. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെയും വരെ നഗ്ന ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ലൈക്ക് കൂട്ടി സ്വയം ആനന്ദിക്കുന്നവർ എനിക്ക് ചുറ്റുമുള്ളപ്പോ എന്റെ വീഡിയോ ഇനിയും കൂടുതൽ ആൾക്കാർ കാണും. പക്ഷേ ഇനി ഞാൻ അതൊന്നും ഓർത്ത് തളരില്ല. ഈ സമൂഹം എന്നെ കുറ്റപ്പെടുത്തിയാലും 4 പേർ ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടിയെന്ന് വിളിച്ച് പരിഹസിച്ചാലും ഞാൻ എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും.